സാധാരണക്കാരുടെ ഇഷ്ടഭക്ഷണ ഇനമായ മത്തിയുടെ വില ഇങ്ങനെ കുതിച്ചുയരുകയാണ്. മത്തിയുടെ ലഭ്യത ഉയർന്നു എന്ന് കണക്ക് വരുമ്പോഴും കിലോയ്ക്ക് 400 രൂപയ്ക്ക് അരികിലാണ് വില. സ്വാദിഷ്ടമായ മത്തിക്ക് ഡിമാൻഡ് കൂടുതലാണെന്ന് ഹോട്ടൽ ഉടമകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അയലയുടെ ലഭ്യത കുറവ് മത്തിയുടെ വിലയും കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. മത്തിയുടെ വില വർധനവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന രസകരമായ ഒരു പോസ്റ്റുണ്ട്. മിസ്റ്റർ മത്തി ആഗോലിക്കും അയക്കൂറയ്ക്കുമൊപ്പം നീന്തി എന്ന് കരുതി ഇത്രയധികം അഹങ്കാരം പാടില്ല. എന്തുകൊണ്ടായിരിക്കും മത്തിക്ക് ഇത്രയധികം വില വർദ്ധിക്കാനുള്ള കാരണം? പറഞ്ഞത് തമാശയല്ല. ഗമയിൽ നിൽക്കുന്ന മത്തിയുടെ വില സാധാരണക്കാരൻ്റെ കൈ പൊള്ളിക്കും. 300-400 വരെയാണ് 1 കിലോ മത്തിയുടെ വില. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് മത്തിയുടെ ലഭ്യതയിൽ 26% വർധനവ് രേഖപ്പെടുത്തുമ്പോഴാണ് വില വർധനവ്. ഹാർബറുകളിൽ മത്തിയുടെ മൊത്ത വില 260-300 രൂപ വരെയാണ്. മീൻ കിട്ടാനില്ല. മീൻ എവിടെ മീനില്ല. പുതിയ മീനായിട്ട് ഇവിടെ കടപ്പുറം മാത്രം കുറച്ച് മീനുള്ളൂ. വേറെ എവിടെ മീനില്ല. സാധനം കുറഞ്ഞേക്കൊണ്ടാ. ഇന്നിപ്പോൾ സാധനം അത്യാവശ്യം ഉണ്ട്. അതുകൊണ്ടാണ് 260-270. 2 ദിവസം മുന്നേ 250-300 വില. മീൻ വാങ്ങിയിട്ടൊന്നുമില്ല. ഇവിടെ ഭയങ്കര വിലയാണ്. പൊതുവെ ഈ സീസണിൽ അങ്ങനെ തന്നെയാണ് വരിക. ഇവിടെ നിന്നും പുറത്തെത്തുമ്പോൾ 300-400 വരെ എത്തും. പൊന്നിൻ വിലയുടെ തിളക്കത്തിലാണ് മത്തി. പൊന്നിനും മത്തിക്കാണ് ഇപ്പോൾ വില കൂടുതൽ. എന്താണ് ഇങ്ങനെ വില? ഇപ്പോൾ മത്തി 1 കിലോ മത്തിക്ക് 300 രൂപ ആവും. 300 രൂപ ആവും. അതേ മീനിന് വില കൂടിക്കുന്നു. പൊന്നിനെക്കാട്ടി വില മീനിപ്പോൾ. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ കണക്ക് പ്രകാരം അയലയുടെ ലഭ്യതയിൽ 28% കുറവാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളത്. ഇതോടെ മത്തിയുടെ ഡിമാൻഡ് കുത്തനെ ഉയർന്നു. ഹോട്ടലുകളിലെ തീൻമേശയിലെത്തുമ്പോൾ 30 രൂപയ്ക്ക് മുകളിലാണ് ഒരു മത്തിയുടെ വില. പലവിധ ചേരുവകളുടെ രുചിക്കൂട്ട് തീർത്താണ് ഹോട്ടലുകൾ മത്തിയെ തീൻമേശയിൽ ഫേവറേറ്റ് ആക്കുന്നത്. മത്തി സാധാരണ മസാല തേച്ചിട്ട് കല്ലിലിട്ടിട്ട് ഇങ്ങോട്ട് എണ്ണ കുറച്ചാക്കിയിട്ട് സാധാരണ ഇതിൽ തന്നെ സാധാരണക്കാരുടെ മീനായിരുന്നു മത്തി. ഇപ്പോൾ അതല്ല. ഇപ്പോൾ അത് രാജാക്കന്മാരാ. മസാല ഇട്ട് ഇതേപോലെ എണ്ണച്ചട്ടി വെച്ച് അതിൽ കറിവേപ്പില ഇട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും. വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വിനാഗിരി ഒക്കെ ചേർത്തിട്ട് മസാല. വില കുത്തനെ ഉയർന്നോടെ സാധാരണക്കാരിൽ നിന്നും മത്തി അകന്നു പോവുകയാണ്. മത്തി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. പക്ഷെ അത് ഇപ്പം കിട്ടുന്നില്ല. ഇപ്പോഴത്തെ വില കൊണ്ട് നമുക്കത് സർവ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലാണ്. വാങ്ങിയിട്ട് 30 രൂപയ്ക്ക് കൊടുക്കാൻ അറിയുന്നത് അതൊക്കെ നമ്മളെ ബാധിക്കും. രാജ്യത്ത് മത്സ്യലഭ്യതയിൽ മുൻവർഷം 3-ാം സ്ഥാനത്തായിരുന്ന കേരളം ഇത്തവണ കർണാടകയെ മറികടന്ന് ഗുജറാത്തിന് പിന്നിൽ 2-ാം സ്ഥാനത്താണ്. 2022 സംസ്ഥാനത്ത് മത്തിയുടെ ലഭ്യത 1.10 ലക്ഷം ടണ്ണായിരുന്നെങ്കിൽ ഇത്തവണ 1.38 ലക്ഷം ടൺ ആയി ഉയർന്നു. പക്ഷേ ഇതിന്റെ നേട്ടം സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ വില നൽകേണ്ടിയും വരികയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.